guys, welcome back to my channel. So നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. ആൻഡ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ ഡിഷാണ്. അതിൻ്റെ പേര് വന്നിട്ട് കൊറിയൻ ചില്ലി ഗാർലിക് പൊട്ടറ്റോ ബൈറ്റ്സ് എന്നാണ്. ഈ പേര് പഠിക്കാനേ ഞാൻ കുറച്ച് സമയം എടുത്തു. കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഇതിൻ്റെ കറക്റ്റ് പേര് ഇതാണോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ 2-3 വീഡിയോസിൽ നോക്കിയപ്പം ഈ ഒരു പേരാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് 2 പൊട്ടറ്റോ വേണം, പിന്നെ കോൺഫ്ലവർ വേണം. ആദ്യം തന്നെ നമുക്ക് ഈ പൊട്ടറ്റോൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ ഇതിൻ്റെ സ്കിന്ന് പീൽ ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നിത് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കാം. ഒരു 2 വിസിൽ മതിയാവും ഇതിന്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ഉപ്പ് ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ ബാക്കി പ്രോസസ്സിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു 2 വിസിലാണേലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ വിസിലൊക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിസിൽ പോകാൻ വേണ്ടി കാത്തിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. വെന്ത പൊട്ടറ്റോ ഞാൻ ഉടയ്ക്കാനുള്ള സിമ്പിൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഫുള്ളായിട്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് തന്നെ പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുക. അല്ല നിങ്ങളുടെ കയ്യിൽ ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ ഫുള്ളായിട്ട് വെച്ചാലും മതി, അതിന് ശേഷം പീസ് വയ്ക്കാൻ മതി. ഞാൻ ഫുള്ളായിട്ട് അതുകൊണ്ടാണ് വെച്ചത്, ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ടാണ്. നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഞാൻ സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് കുറച്ച് കോൺഫ്ലവറും അതേപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചപ്പാത്തി മാവ് കുഴപ്പമില്ല, അതേപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അതവിടെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ചെറിയ കുറച്ച് ബോൾസ് റെഡിയാക്കി എടുക്കണം. നമുക്കിനി ഇതേപോലത്തെ ചെറിയ കുറച്ച് ബോൾസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഞ്ഞു ബോൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഈ ഒരു ബോൾ എടുത്തതിന് ശേഷം ഒന്ന് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഇതാക്കത്തില്ലേ, കുറച്ചുകൂടി വൈഡാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മളൊരു ടോപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് മതി കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിൽ നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. സോ കുറച്ച് ചൂടായ വെള്ളത്തിലേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ടെടുക്കുകയാണ്. ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് ബോയിലാവണം കേട്ടോ. ഞാൻ മൊത്തം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയാണ്. ഇത് തിളയ്ക്കുന്ന നേരത്തെ നമുക്കൊരു സോസ് റെഡിയാക്കണം. ഓയിൽ കൊടുക്കുക. ഈ ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളകും പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും അതേപോലെ സോയ സോസും ആഡ് ചെയ്ത് കൊടുക്കണം. സോയ സോസ് വെച്ചിട്ടും ഞാൻ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ ആ ഒരു പൊട്ടറ്റോൻ്റെ സംഭവം ഞാൻ ഇവിടെ വെന്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ആ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, ഞാൻ സോസും കൂടി ആഡ് ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കൊറിയൻ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.